പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ആരും മുഷിയരുത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ മറ്റേതൊരാളും ഒരു മനോരോഗിയാണ്. Every other man is mad. I can prove it. If each and every one of you are ready to come to me and answer my 6 or 7 questions. വലിയ ചില പദവികളിൽ ഇരിക്കുന്നവനെ ഒറ്റ നോട്ടത്തിൽ ഒരു ഭ്രാന്തനായി നമുക്ക് തോന്നുകയില്ല. പക്ഷെ അയാൾക്കുമുണ്ടാകും ഭ്രാന്ത്, അധികാരത്തിന്റെ ഭ്രാന്ത്. തന്റെ കീഴിലുള്ളവരെ ചവിട്ടിത്തേച്ച് കാൽ കീഴിൽ നിർത്താനുള്ള ഭ്രാന്ത്. ജോർജ് ബുഷിന് ഭ്രാന്തില്ലേ? അമേരിക്ക ഒന്നാം ലോക രാഷ്ട്രമാണെന്നുള്ള അഹങ്കാരം അയാളുടെ സമനില തെറ്റിച്ചില്ലേ? ഇറാഖിലെ ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണ ജനങ്ങളെ വെടിവെച്ചും ബോംബിട്ടും അയാൾ കൊന്നില്ലേ? ബ്ലൂ ഓറഞ്ച് എന്ന രാസായുധം ഉപയോഗിച്ച് കുർദുകളെ കൊന്നൊടുക്കിയ സദ്ദാമിന് രോഗമില്ലേ? രാജാവിനെ പോലെ ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ടായിട്ടും അഫ്ഗാൻ അതിർത്തിയിലെ ഏതോ മലയിടുക്കിൽ പൊള്ളുന്ന വെയിലും ചൂടുകാറ്റുമേറ്റ് ബിൻ ലാദൻ അലയുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ചിന്തിക്കൂ. ലൈംഗിക ഭ്രാന്ത്, ജാതിഭ്രാന്ത്, മതഭ്രാന്ത്, രാഷ്ട്രീയ ഭ്രാന്ത്, പണഭ്രാന്ത്, സുഖലോലുപതാ ഭ്രാന്ത്, അസൂയ ഭ്രാന്ത്, ഇതിലേതെങ്കിലും ഒന്നില്ലാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ സുഹൃത്തെ. ആരുമില്ല, ഉണ്ടാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ എന്ന് സംബോധന ചെയ്തത്. അല്ലെങ്കിലും വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട്. ഫ്രോയിഡിന്റെയും യൂങ്ങിന്റെയും മറ്റനേകം ലോകോത്തര മനോരോഗ വിദഗ്ധരുടെയും മനസ്സുകളിലൂടെ എത്രയോ ഉറങ്ങാത്ത രാത്രികൾ ചെലവഴിച്ച് ഞാൻ സഞ്ചരിച്ചു. ഇപ്പോഴെനിക്ക് പറയാൻ കഴിയും, സമചിത്തതയുള്ള ഒരു സമൂഹമായി കേരളത്തെ ഞാൻ മാറ്റും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലാദനെയും സദ്ദാമിനെയും ബുഷിനെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ മാറ്റാം അവരുടെ അസുഖം. കൊണ്ടുവരൂ. ഡോക്ടർ, എല്ലാറ്റിനും വളരെ നന്ദി. മിസ്റ്റർ കുരുവിള, ഈ കാർ യാത്രയിൽ മുഴുവൻ ഞാൻ നിങ്ങളുടെ മനസ്സ് അനലൈസ് ചെയ്യുകയായിരുന്നു. എന്നെ പോലെ പ്രശസ്തരായ ആളുകളെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുക, അവരെ വാനോളം ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുക, അതിലൂടെ നിങ്ങളും പ്രശസ്തനാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പോപ്പുലാരിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അസുഖമാണത്. എന്ന് വെച്ചാൽ നിങ്ങളും ഒരു മനോരോഗിയാണ്. നിന്റെ അധിക പ്രസംഗം കഴിഞ്ഞ ഉടനെ കവടിക്കരയിലെ സുകുമാരൻ നായർ ഇവിടെ വിളിച്ചിരുന്നു. എന്താ നിന്റെ വിചാരം? ആളുകളെ കയറി പ്രാന്തമാരെന്ന് വിളിക്കുക? എല്ലൊടിയാതെ നീ ഇവിടെ തിരിച്ചെത്തിയതേ എന്റെ പ്രാർത്ഥന ഉണ്ടാവുന്ന കൂട്ടിക്കോ. കഷ്ടം. കുട്ടിക്കാലത്ത് മൂക്കൾ വലിപ്പിച്ച് കിടന്ന ആ കോന്തൻ ചെക്കനായിട്ടാണ് അമ്മ ഇപ്പോഴും എന്നെ കാണുന്നത്. കാലിഫോർണിയയിലും ബ്രസൽസിലും ജനീവയിലും ഞാൻ സഞ്ചരിച്ച നിർത്ത്. ഇത് കേട്ട് എനിക്ക് മതിയായി. നിന്റെ കണ്ണി മറ്റുള്ളവർക്കല്ലേ പ്രാന്ത്, എന്റെ കണ്ണി നിനക്കാ പ്രാന്ത്. ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു ഒരു വലിയ കുന്തടുത്തങ്ങ് മെഴുങ്ങി എന്നൊക്കെ എപ്പോഴും പറയുന്നത് പ്രാന്തായിട്ട് തന്നെയാ. മനുഷ്യനായ നന്ദി വേണം. അമേരിക്ക 2 കൊല്ലം പഠിച്ചല്ലേ നീ? എന്നിട്ടും ജോർജ് ബുഷിന് വട്ടാണെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? ബുഷ് എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്നാലും നിനക്ക് ഷെയ്ക്കാൻ്റെ എന്ന ആളല്ലേടാ അയാള്. പാവം മനുഷ്യൻ. അയാൾ ഷെയ്ക്കൻഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചോ? അയാളുടെ കണ്ണുകളിലേക്ക് ഞാനൊരു ഹിപ്നോട്ടിക് നോട്ടം നോക്കി. ഒരു നിമിഷം കൊണ്ട് നഗ്നമായ അയാളുടെ മനസ്സ് ഞാൻ കണ്ടു എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. നിന്നെ പേടിച്ച് ആയിരിക്കണം. അയാളുടെ മനസ്സിനുള്ളിലെ ഗൂഢനീക്കങ്ങൾ ഞാൻ കണ്ടുപിടിച്ചാലോ? ഇതൊക്കെ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, പുറത്തിറങ്ങി വല്ലവരോടും പറഞ്ഞാലുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങളാ മനഃശാസ്ത്രജ്ഞനെ പിടിച്ചോണ്ട് പോയി ഊളംപാറയിൽ അഡ്മിറ്റ് ചെയ്യും. അമ്മയുടെ മകന് അമ്മയേക്കാൾ 10 മടങ്ങ് ബുദ്ധി ഉണ്ടായതിൽ അമ്മ അസ്വസ്ഥയാണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ അതുകൊണ്ടല്ല, എന്തോ എനിക്ക് ചമ്മല. പിന്നീട് നാണാവുന്നില്ല ഇങ്ങനൊക്കെ പറയാം. ഇഷ്ടമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? എങ്കിൽ ഞാൻ വൈകുന്നേരം വിളിക്കുമ്പോ തരാം. ഇല്ലെന്നേ, ഉറപ്പായിട്ട് തരാം. ഇപ്പൊ തന്നെ വേണമെന്ന് ഇതിനെ വാശി പിടിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം, ഒരേ ഒരെണ്ണം. പിന്നെ ചോദിക്കരുത്. കഴിഞ്ഞ മാസം ഒറ്റയടിക്ക് 4000 രൂപയുടെ വ്യത്യാസം ഫോൺ ബില്ലിൽ കണ്ടപ്പോൾ ഞാൻ കരുതി BSNL-കാർക്ക് തെറ്റിയതായിരിക്കുമെന്ന്. നിങ്ങളുടെ കല്യാണം ഒരു ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി മോതിരം മാറൽ, കല്യാണ തീയതി നിശ്ചയിക്കൽ, പിന്നെ കല്യാണം, എല്ലാം കൂടി എത്ര മാസം എടുക്കുമെന്നൊരു നിശ്ചയമില്ല. അത്രയും കാലം ഫോണിൽ കിസ് ചെയ്താൽ എന്റെ കാശ് എത്ര പോകുമെന്ന് ആർക്കറിയാം? നിൽക്കണേ ഇവിടെ.
MSW പാസ്സായിട്ടുണ്ടല്ലോ, ഉടൻ തന്നെ ഏതെങ്കിലും ജോലി കയറ്. എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ ഒരു സെൽഫോൺ വാങ്ങിച്ച് വിനോദമായിട്ട് ഇഷ്ടം പോലെ സംസാരിച്ചു. വിനയേട്ടൻ പറയുന്നത് ജോലിക്കൊന്നും പോകണ്ടെന്നല്ലേ? എങ്കിൽ ഇവിടുത്തെ ഫോൺ ബില്ല് അവനോട് അടക്കാൻ പറ. നീ എപ്പോഴാ ബാംഗ്ലൂർ പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല. എന്തിനാ നീ ഇപ്പൊ ബാംഗ്ലൂർ പോന്നേ? അത് പിന്നെ ഒന്നുമില്ല, വെറുതെ വെറുതെ. വെറുതെ ആണെങ്കിൽ ബാംഗ്ലൂരിൽ തന്നെ പോണമെന്നുണ്ടോ? വല്ല നെടുമങ്ങാട്ടോ സുൽത്താൻ ബത്തേരിയിലോ പോയാ പോരെ? അല്ല, ഞാൻ ബാംഗ്ലൂർ പോകുന്ന കാര്യം അമ്മയോട് ആര് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? ഇവളും വിനോദമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചിരിക്കാന്നുള്ള ഓർമ്മ വേണം. അതും ഈ ബാംഗ്ലൂരുമായിട്ട് ബന്ധമുണ്ടല്ലോ. വിനോദിന്റെ പെങ്ങളെ അനുപമ ബാംഗ്ലൂരിലല്ലേ പഠിക്കുന്നേ? ഇവളെ പെണ്ണ് കാണാൻ വിനോദിന്റെ കൂടെ അവൾ ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചതാ. അവളോടുള്ള നിന്റെ ഒരു കുഴച്ചിലും മറിച്ചിലും. അമ്മ വേണ്ടാത്തത് ഓരോന്ന് പറയരുത്. നിന്റെ ഒരു വിരൽ അനങ്ങിയാ എനിക്ക് മനസ്സിലാവും അതെന്തിനാണെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടെന്നോ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്നോ ഒക്കെ അവള് തന്നെയാ പറഞ്ഞത്. ആ കുട്ടി വിളിച്ചോ? നീ ചെല്ലുന്ന ഡേറ്റ് അറിയാൻ. നിന്റെ പകുതി പ്രായമുള്ള ആ കുട്ടിക്ക്. വിനോദ് അറിഞ്ഞാ നിന്റെ കാലവൻ തല്ലി ഓടിക്കും. അമ്മ ഞാൻ ഒന്നും മിണ്ടാടാ. എന്നാ ഞാൻ ഇനി സത്യം പറയാം. ലോകമറിയുന്ന മനഃശാസ്ത്രജ്ഞനാവാനുള്ള യാത്രയിൽ മറ്റെല്ലാം മറന്നവനാ ഞാൻ. വിവാഹം, കുടുംബം, കുട്ടികൾ എല്ലാം. ഇപ്പൊ വയസ്സ് ഒരുപാടായി. പക്ഷേ മനസ്സ് ഒരു പ്രഹേളികയാണമ്മേ. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാണത്. പക്ഷെ അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. വയസ്സിന്റെ ഈ കോംപ്ലക്സ് കാരണം ഞാൻ ആ കുട്ടിയോട് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ബട്ട് ഡോക്ടർ ശാന്താറാം ഹിയർ. ഓഹോ, അറിയാം. പേഷ്യൻസ് വെയിറ്റ് ചെയ്യട്ടെ. മിസ്റ്റർ അലി പറയുന്നത് കേൾക്കൂ. ആദ്യം എന്റെ സമനിലയൊന്ന് വീണ്ടും കിട്ടട്ടെ, എന്നിട്ട് പോരെ മറ്റുള്ളവരെ ചികിത്സിക്കുന്നത്. ഡോക്ടറെ കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മനഃശാസ്ത്രജ്ഞന്റെ മാനസിക നില തകരാറിലാണ്. എപ്പോ വരുമെന്നറിയില്ല. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിപ്പ് തുടരാം. എപ്പോ വരുമെന്ന് അറിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണത്. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാടാ എന്നെ ഇടം കാലിട്ടത്? എന്നെ വീഴ്ത്തിയവന് ഡോക്ടറുടെ മരുന്നും കൊണ്ടല്ല, എന്റെ ഈ കൈ കൊണ്ടായി ചികിത്സ വേണ്ടത്. മോന്ത പറ്റി ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ.